എല്ലാവർക്കും ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ആമസോൺ കിച്ചൺ ഹോൾ വീഡിയോ ആയിട്ടാണ്. കുറച്ച് നല്ല കിച്ചൺ പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നല്ല ഡെക്കോർ പ്രോഡക്ട്സ് ഉണ്ട്, നല്ല ലാഭത്തിന് കിട്ടിയത്. പിന്നെ നമുക്ക് വ്ളോഗേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയേക്കാവുന്ന ഒരു നല്ല കുഞ്ഞു പ്രോഡക്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു ഗ്രിൽ പാൻ ആണ്. ഇത് നോൺ സ്റ്റിക്ക് ആണ്. ഈ ഹാൻഡിൽ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ സ്ക്രൂവും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും, നമുക്ക് ഫിക്സ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ ഫസ്റ്റ് യൂസിന് മുന്നേ നമുക്ക് ഇതേപോലെ നന്നായി സോപ്പിലൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ആ വെള്ളം നമുക്കൊന്ന് വെട്ടി തിളപ്പിക്കാം. അപ്പോൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം അങ്ങ് ഒഴുക്കി കളയാം. അതിന് ശേഷം ഒന്നുകൂടി ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ച് കുറച്ച് എണ്ണ അതിലേക്കൊന്ന് ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇത് ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഇതുപോലെ ഗ്രില്ല് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അടുത്തത് ഈ ഒരു നട്ട്സ് ആൻഡ് സീഡ്സ് ബോക്സ് ആണ്. ഈ ഒരു ബോക്സ് ഫൈബർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ലിഡ് അങ്ങ് മാറ്റാം. നല്ല ഭംഗിയുള്ളൊരു ലിഡാണ്. നമുക്കിതിൽ നട്ട്സ് ഇതുപോലെ ഓപ്പൺ ആയിട്ടും അല്ലെങ്കിൽ പാക്കിൽ തന്നെയും വെക്കാം. ഈ 4 ബോക്സും നമുക്ക് ഇതിൽ നിന്ന് ഊരി മാറ്റിയിട്ട് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ അതുകൊണ്ട് നല്ല എളുപ്പമാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തിരിക്കും. അങ്ങനെ ഉറുമ്പ് കയറും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടമായി. ഞാൻ ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അടുത്തത് ഒരു പിക്കിൾ ജാറിൻ്റെ സെറ്റാണ്, സെറ്റ് ഓഫ് 2. പക്ഷേ ഫോട്ടോയിൽ ഇത് കണ്ടത് രണ്ടും ഒരേ സൈസാണെന്നായിരുന്നു. പക്ഷേ വന്നപ്പോൾ ഒന്ന് ഇത്തിരി വലുതും ഒന്ന് ചെറുതുമാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. സെറാമിക് ആണ് മെറ്റീരിയൽ. നമുക്ക് പിക്കിളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോട്ട് സെറ്റാണ്. നല്ല പ്രൈസിനൊക്കെ ഇത് വെർത്താണ്. അടുത്തത് സിഗ്നോവെയറിൻ്റെ ഈ ഒരു ബൊറോസിൽ പാത്രമാണ്. ഇത് വിത്ത് ലിഡാണ് വരുന്നത്. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാത്രമാണ്. ഞാനിതിപ്പോൾ ഒരു 3 മാസമായി ഉപയോഗിക്കുന്നു. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. പ്രൈസിന് നല്ല വെർത്താണ്. അടുത്തത് ഈ ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സസ് ആണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇങ്ങനെ ഒരു ബേസ് വരുന്നുണ്ട്. അത് നമുക്ക് അതിൽ വേണമെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ഇതുപോലെ സാധനങ്ങൾ വെച്ച് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ മല്ലിയിലയൊക്കെ ഇതേപോലെ ടിഷ്യൂ പേപ്പറിലാണ് നിങ്ങൾ സൂക്ഷിക്കുന്നതെങ്കിൽ ഇത് നല്ലൊരു പെർഫെക്റ്റ് ബോക്സാണ്. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് പച്ചക്കറിയൊക്കെ നേരത്തെ അരിഞ്ഞ് വെക്കണമെങ്കിലും ഇത് ഒരു പെർഫെക്റ്റ് ബോക്സാണ്. ഒരു കറിക്കുള്ള പച്ചക്കറികളൊക്കെ നമുക്കിതിൽ ഓരോരോ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മിക്സായി പോവില്ല, നേരെ ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൽ അധികം സ്പേസ് എടുക്കുകയില്ല. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു മിനി കട്ടറാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ മാത്രമേ മുകളിലേക്ക് പോവുള്ളൂ, തിരിച്ച് പ്രസ് ചെയ്താൽ മാത്രമേ അത് താഴേക്കും വരുള്ളൂ. അപ്പോൾ കുട്ടികളൊന്നും എടുത്ത് കളിക്കുന്നുള്ള പേടി വേണ്ട. പിന്നെ ഇപ്പോൾ നമുക്കിതുപോലെ വരുന്ന ബോക്സൊക്കെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനിത് ഉപയോഗിക്കാം. അടുത്തത് ഈ ഒരു മസാല ബോക്സാണ്. നല്ലൊരു നമുക്ക് വീട്ടിൽ മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ട ഒരെണ്ണമാണ്. ഇതുപോലെ 2 സ്പൂൺ അതിനൊപ്പം വരുന്നുണ്ട്. 7 പാത്രങ്ങളാണ് ഇതുപോലത്തെ വരുന്നത്. നമുക്ക് ബേസിക്കായിട്ട് പെട്ടെന്ന് ഇപ്പം നമ്മൾ സാധാരണ വീട്ടിൽ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ബേസിക്കായിട്ട് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനാണെങ്കിൽ ഇത് ഒരെണ്ണം മാത്രം എടുത്താൽ മതി. നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാം. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ആപ്രൻ ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആപ്രൻ ആണിത്. നല്ല സ്റ്റിഫായിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഫ്രണ്ടിൽ ഈ ഒരു ഡിസൈനാണ് വരുന്നത്. ബാക്ക് സൈഡിൽ അതിൻ്റെ ബാക്ക് പ്രിൻ്റ് ആണ്. അപ്പോൾ ഇത് ഫാബ്രിക് പെയിൻറ്റിംഗ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നല്ല വാഷബിൾ ആണ് കേട്ടോ. ഞാൻ 3 പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങളെ ഈ കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് എടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇതിൻ്റെ കംഫർട്ട് ലെവൽ തന്നെയാണ്. ബേസിക്കലി നമുക്കിതിങ്ങനെ ഇട്ടിട്ട് കിച്ചണിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു വലിയ സംഭവം ഇട്ട മാതിരി ഒന്നും തോന്നിയില്ല. നല്ല കംഫർട്ടബിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ ഡ്രസ്സ് ഒട്ട് വൃത്തികേടാവില്ല. അടുത്തത് ഒരു സിപ്പർ ഗ്ലാസ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ക്യൂബോയിഡ് ഷേപ്പിൽ വരുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു സിപ്പർ ഗ്ലാസ് ആണ്. ഐസ് ടീ, ഐസ്ഡ് കൊക്കോവ, തിക്ക് ഷേക്ക്, മൊയ്റ്റോ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഒരു ഗ്ലാസ് സ്ട്രോ ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. അടുത്തതൊരു സ്ട്രോ സെറ്റാണ്. ശരിക്കും ഞാൻ ഇത് ആദ്യമേ വാങ്ങിപ്പോയി. നേരത്തെ കാണിച്ച സിപ്പർ ഗ്ലാസ് ആദ്യം കണ്ടിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് വാങ്ങില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, 99 രൂപയ്ക്ക് 4 സ്ട്രോ വരുന്നുണ്ട്. മെറ്റൽ സ്ട്രോ ആണ്. 2 കർവ്ഡും 2 സ്ട്രെയിറ്റും. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷും ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ 2 എണ്ണമൊക്കെ ഉള്ളത് നല്ലതല്ലേ. അപ്പം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഒരു വയർലെസ് മൈക്കാണ്. മൈക്ക് ആവശ്യമുള്ള പ്രൊഫസേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ബിഗിനർ വ്ളോഗേഴ്സിനോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആ കാണിച്ച ഭാഗം ഫോണിലോ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസിൽ കണക്ട് ചെയ്യുക. ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് മൈക്ക് നമ്മുടെ ഡ്രസ്സിൽ ഹുക്ക് ചെയ്താൽ ഒരു 20 മീറ്റേഴ്സിനകത്ത് നമുക്ക് സുഖമായിട്ട് റെക്കോർഡ് ചെയ്യാം. ഇതാണ് ചാർജിങ് കേബിൾ. C ടൈപ്പാണ്. എന്നാൽ ഐഫോണിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ കണക്ഷൻ പോയിൻറ്റും കൂടെ നമുക്കിതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഈ ഒരു ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഞാനിപ്പോ മൈക്ക് വെച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ എന്നെ കേൾക്കുന്നത് മൈക്കിലൂടെയാണ്. അപ്പൊ അത്യാവശ്യത്തിനുള്ള ഓഡിയോ ക്ലാരിറ്റിയും അതേപോലെ എക്സ്റ്റേണൽ നോയിസ് ക്യാൻസലേഷനും ഒക്കെ ഈ ഒരു മൈക്കിനുണ്ട്. ബിഗിനർ ലെവലില് അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു മൈക്ക് ഉപയോഗിക്കുന്നതിന്റെ അത്യാവശ്യം ബെനിഫിറ്റ്സും ക്വാളിറ്റിയും നമ്മുടെ വീഡിയോക്ക് കിട്ടും. അടുത്തതൊരു വാൾ ഹാങ്കിങ് ആണ്. ഇത് ഒറ്റയ്ക്കാണ് കിട്ടിയത്. ഈ മിനിച്ചർ പീസസ് ഒക്കെ ഞാൻ അല്ലാതെ സെപ്പറേറ്റ് വെച്ചതാണ്. ഇങ്ങനത്തെ പീസസ് വെക്കേണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റേഴ്സ് വെക്കാം, ലൈവ് പ്ലാന്റ്സും ഒക്കെ വെക്കാം കേട്ടോ. നല്ല രസമാണ്, നമ്മുടെ ലിവിങ് റൂമിന് നല്ലൊരു ഭംഗി അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പീസാണ്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു വാൾ ഹാങ്കിങ് സെറ്റാണ്. ഇതൊരു കിച്ചൺ ലേഡിൽ വാൾ ഹാങ്കിങ് സെറ്റാണ്. അപ്പം ഡൈനിങ് സ്പേസിലും കിച്ചണിലും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള, എന്നാൽ സിമ്പിളാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഹാങ്കിങ് ആണ്. അടുത്ത പ്രോഡക്റ്റ് ഒരു വാൾ ഹാങ്കിങ് ആണ്. നമ്മുടെ ലിവിങ് സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു ചിക്കു വാൾ ഹാങ്കിങ് സെറ്റാണ്. ശരിക്കും ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്ലെയിൻ ആയി കിടക്കുമ്പോൾ നമ്മൾ ഇതിട്ട് കൊടുത്തപ്പോൾ നല്ല ഒരു രസമുണ്ട് കാണാൻ. ആ ഒരു ഭാഗത്ത് ഭംഗി ശരിക്കും ഒന്ന് അപ്ലിഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ഒരു ലാവെൻഡർ ഫ്ലവർ വിത്ത് സെറാമിക് പോട്ടാണ്. ഇത് ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷെ നല്ല രസമുണ്ട് ഇത് കാണാൻ. വൈറ്റ് ആണ് സെറാമിക് പോട്ട്. ഈ ലൈറ്റ് ഞാൻ കൊടുത്തതാണ്, അല്ലാണ്ടും നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് പ്രൈസ് ഉണ്ട്, പക്ഷേ അത് വർത്ത് ഇറ്റ് ആണ്. നമുക്കിത് ബെഡ്റൂമിലും ലിവിങ് സ്പേസിലും ഒക്കെ വെക്കാം. ഇത് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പൊ അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയില്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.